സിനഡ് സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലി സിറോ മലബാർ സഭ പള്ളികളിൽ തർക്കം. ഒരു വിഭാഗം വിശ്വാസികൾ സർക്കുലർ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും പള്ളി വികാരി വായിച്ചില്ല. എറണാകുളം കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പള്ളിയിലും മലയാറ്റൂർ പള്ളിയിലും പ്രതിഷേധമുണ്ടായി. ഡാനി ഇപ്പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വളരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അപ്പോഴും പള്ളികളിൽ പ്രതിഷേധം തുടരുകയാണ്. സിനഡ് സർക്കുലർ വായിക്കുന്നതിനെ വിമത വിഭാഗം എതിർക്കുമ്പോൾ ഇത് പരിഹാരമില്ലാത്ത പ്രതിസന്ധിയെ തുടരുകയാണോ സഭയ്ക്ക്? എൽദോ, പരിഹാരമില്ലാത്ത പ്രതിസന്ധിയായി തന്നെയാണ് തുടരുന്നത്. അതേ ലക്ഷണങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. കാരണം പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വരുന്നു, തർക്കങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുന്നു എന്ന രീതിയിലാണ്, അതിൻ്റെ ഒരു ഫോർമുല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം പോലും അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ നിലപാടുകളിൽ യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ നിലപാട് തുടർന്നേ പറ്റൂ. കാരണം വത്തിക്കാന്റെ അടക്കം നിർദ്ദേശമുള്ളത് ഏകീകൃത കുർബാന നടപ്പാക്കൂ എന്നത് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം ഈ നിലപാടിൽ തന്നെ തുടരുകയും ഇത് സിനഡ് കുർബാനയെ അർപ്പിക്കേണ്ടത് ഈ ദിവസം മുതൽ വളരെ നിർബന്ധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സിനഡിന്റെ നിർദ്ദേശമടങ്ങിയ വത്തിക്കാന്റെ നിർദ്ദേശമടങ്ങിയ കത്ത്, അതിൽ സിനഡിൽ പങ്കെടുത്ത മുഴുവൻ ബിഷപ്പുമാരുടെയും ഒപ്പോടുകൂടിയ ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു. അത് ഈ ദിവസം പള്ളിയിൽ വായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് ഈ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്ന രീതിയിലുള്ള ഈ കൽപ്പന, ഈ സർക്കുലർ വായിക്കേണ്ടതാണെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇത് ഇന്ന് പല പള്ളികളിലും ഇത് വായിച്ചിട്ടില്ല. നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വിഭാഗം വൈദികർ, വിശ്വാസികൾ, ഇവർക്ക് മഹാഭൂരിപക്ഷമുള്ള പള്ളികളാണ്, അവരുടെ നിലപാടുകൾക്ക് ഭൂരിപക്ഷമുള്ള പള്ളികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും തന്നെ ഇത് വായിച്ചിട്ടില്ല. ഇതിൽ അറിയാവുന്നത് മഞ്ഞപ്രയിലെ മാർ ശ്രീവ പള്ളിയിൽ മാത്രമാണ് ഇതിൽ ക്ഷമിക്കണം, ആ പള്ളിയിലാണ് ഇന്ന് രാവിലെ 5:30 കുർബാനയിൽ വായിച്ചു. അതിനുശേഷം മറ്റ് ചില പള്ളികളിൽ കൂടി വായിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പള്ളികളിലും ഇത് വായിച്ചിട്ടില്ല. ഇന്നറിയുന്നത് പോലെ കിഴക്കമ്പലത്ത് സെന്റ് ആന്റണീസ് പള്ളിയിൽ കുർബാന മധ്യേ ഇത് സർക്കുലർ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭ ഔദ്യോഗിക നിലപാടിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ ആവശ്യമുന്നയിച്ചു. ഇതേ നിലപാട് പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളിയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടങ്ങളിലെല്ലാം തന്നെയും അവരെ എതിർത്തുകൊണ്ട് വിശ്വാസികൾ, ബഹുഭൂരിപക്ഷം വരുന്ന വിമത വിഭാഗം വിശ്വാസികൾ രംഗത്ത് വരികയും ചെയ്തു. ഇത് പള്ളിക്കകത്ത് തർക്കങ്ങൾ ഉണ്ടാകുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ടുകൊണ്ട് സർക്കുലർ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടവരെ പുറത്താക്കിയതിനു ശേഷമാണ് പിന്നീട് കുർബാന തുടരുകയും ചെയ്തത്. ഇതേ രീതിയിലുള്ള വിഷയങ്ങൾ പല പള്ളികളിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്നുണ്ട്. വലിയൊരു വിഷയമായി ഇത് വരും ദിവസങ്ങളിൽ മാറാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. കുർബാന ഏകീകരണം എന്ന കാര്യം സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ തർക്കമായി മാറുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എൽദോ, ഡാനി, ഓക്കെ, പ്രശ്നങ്ങൾ തുടരുന്നു, പ്രതിഷേധം തുടരുന്നു. അപ്പോൾ ഈ മേജർ ആർച്ച് ബിഷപ്പിന് ഇനി എന്തായിരിക്കും എടുക്കാൻ കഴിയുന്ന നടപടി? പ്രത്യേകിച്ചും പള്ളികളിൽ പ്രതിഷേധം തുടരുമ്പോൾ ഇപ്പോൾ സർക്കുലർ വായിക്കുക എന്നതുപോലും നടക്കാത്ത കാര്യമായി മാറുന്ന പശ്ചാത്തലത്തിൽ എന്ത് നടപടിയിലേക്ക്, എന്ത് ചുവടുവയ്പ്പിലേക്ക് നീങ്ങാൻ കഴിയും മേജർ ആർച്ച് ബിഷപ്പിന് ഇനി? എൽദോ, ഈ ചർച്ചയുടെ പല ഘട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിൽ അഡ്മിനിസ്ട്രേറ്റർക്കടക്കം അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ പലവട്ടം നിയോഗിക്കുകയും ഇത് തമ്മിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇതിൽ യാതൊരു രീതിയിലൊരു തീരുമാനങ്ങളും ഉണ്ടാകുന്നില്ല. പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കർശനമായ നടപടികളിലേക്കടക്കം കടക്കണമെന്നൊരു നിർദ്ദേശം സഭയുടെ പൊതുതലങ്ങളിൽ തന്നെ ഉയരുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് തന്നെ അത് ആവശ്യപ്പെടുന്നുണ്ട്. വൈദികർക്കെതിരെ ഇത് ചൊല്ലുവാൻ സഭയുടെ നിർദ്ദേശം, സിനഡിന്റെ നിർദ്ദേശം, വത്തിക്കാന്റേതടക്കം മാർപ്പാപ്പയുടേതടക്കമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തവർക്കെതിരെ നടപടികളാണ് ഇനി വേണ്ടത് എന്നൊരു നിലപാട് പൊതുവിൽ തന്നെ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികർക്കെതിരെ അടക്കം ഈ കുർബാന ചൊല്ലാൻ വിസമ്മതിക്കുന്നവർക്കെതിരെ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം എന്ന ആവശ്യം ഉയരുന്നുണ്ട്. അതിന് സഭാ നേതൃത്വം മുതിരുമോ എന്നതാണ് ഇനിയുള്ള വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. കാരണം അത് സഭയ്ക്കകത്ത് വലിയ രീതിയിലുള്ളൊരു കലാപ സാധ്യതകൾ തന്നെ ആലങ്കാരികമായി പറഞ്ഞാൽ ഉയരാനുള്ളൊരു സാധ്യതയാണ് അത് തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു രീതിയിലേക്ക് പോകേണ്ടി വരുമോ എന്നത് തന്നെയാണ് പലരും ഉന്നയിക്കുന്നൊരു ചോദ്യം. അതിനു മുൻപ്
ഈ സമവായത്തിനുള്ള സാധ്യതകൾ അടഞ്ഞിട്ടില്ല എന്ന് നേരത്തെ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ സ്ഥാനമേറ്റ ചടങ്ങിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പിന്നീട് ഇത് സംബന്ധിയായ ഒരു ചർച്ചകളില്ലാതെ ഈ ഒരു തീരുമാനമെന്ന രീതിയിലേക്ക് വരികയായിരുന്നു എന്നാണ് വിമത വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ചർച്ചയുടെ തലങ്ങൾ അടഞ്ഞിട്ടില്ല എങ്കിൽ ഒരു അവസാനവട്ട ശ്രമം കൂടി നടത്തും. പക്ഷേ അതിനുശേഷം നടപടികളിലേക്കടക്കം കടക്കണം എന്ന വാദത്തിന് ബലം പകരുകയാവും പിന്നീട് ഉണ്ടാകുക. അത് സഭയിൽ വലിയ പൊട്ടിത്തെറി തന്നെ സൃഷ്ടിക്കാനുള്ള സാധ്യതകളാണ് വളരെ സജീവമായിട്ടുള്ളത്. എൽദോ, അത് കൃത്യമായിട്ടും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിനെ മറികടക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം.